നമസ്കാരം. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ വയനാട് മണ്ഡലം വീണ്ടും ദേശീയ ശ്രദ്ധയാകർഷിക്കുകയാണ്. തീരുമാനം വന്നതോടെ UDF കേന്ദ്രങ്ങൾ ആവേശത്തിലാണ്. എന്നാൽ വയനാടിനെ കുടുംബ സ്വത്താക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. സൗഹൃദ മത്സരമാകില്ലെന്ന് CPI പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വയനാട് കുടുംബ സ്വത്തായോ? കുടുംബാധിപത്യ ആരോപണത്തിൽ കഴമ്പുണ്ടോ? LDFന്റേത് സൗഹൃദ മത്സരമോ? പ്രിയങ്ക ഭൂരിപക്ഷം കൂട്ടുമോ? ഈ ചർച്ചയിൽ ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ച. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ അരുൺകുമാർ. വയനാടിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ UDF ജയിച്ച മണ്ഡലമാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല, ഉപതെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റുകളിൽ ഒന്നാണ് എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നു. അവിടെ ഇടത് മുന്നണി മത്സരിക്കുന്നതിന് എന്താണ് പ്രസക്തി? ആ സീറ്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഉറപ്പാക്കിയാൽ പോരെ? ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന റിസൾട്ട് ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ അംഗബലത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. നമുക്കറിയാം 234 234 തന്നെ മാറും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ മുന്നണിയിലെ കക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ് വന്ന് ഇവിടെ മത്സരിക്കുകയാണ്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ ആനി രാജയുമാണ് മത്സരിച്ചത്. അന്ന് കോൺഗ്രസ് പറഞ്ഞ കാരണങ്ങൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരികയാണ്. ശരിക്കും വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? തങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന് ആ ജനങ്ങളോട് പറയാതെ അത് മറച്ചു വച്ച് വോട്ടെടുപ്പ് പൂർത്തീകരിച്ച് 1-2 രാത്രി വെളുത്തപ്പോഴേക്കും മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. വയനാട്ടിൽ മത്സരിച്ച സ്ഥാനാർത്ഥി അത് മറച്ചു വെച്ച് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ഇംഗിതം മറച്ചു വെച്ച്, എന്നാൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. മത്സരിക്കുന്ന വിവരം 2 ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിക്കുന്നു. സ്ട്രാറ്റജികളല്ലേ? അഖിലേഷ് യാദവ് കനൌജിൽ മത്സരിക്കുന്നു. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ ഇതാ നായക സ്ഥാനം ഏറ്റെടുക്കുന്നു. എന്തേ രാഹുൽ ഗാന്ധി മടിച്ചു നിൽക്കുന്നു? രാഹുൽ ഗാന്ധിക്ക് BJPയെ നേരിടാൻ ഭയമാണോ? മുട്ടിടിക്കുന്നുണ്ടോ? BJPയെ നേരിടേണ്ട ആളല്ലേ രാഹുൽ ഗാന്ധി എന്ന് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ? അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിച്ചത് തെറ്റായി പോയെന്ന് പറയാണോ ഇപ്പോ? അല്ല, തെറ്റായിപ്പോയി എന്നല്ല. ആ വിവരം നേരത്തെ പറഞ്ഞാൽ ആ വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്തരത്തിൽ വഞ്ചിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നതാണ് ചോദിച്ചത്. എന്താണ് ഇത്തരത്തിൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറയാൻ മടി? റായ്ബറേലി എന്തായാലും കോൺഗ്രസിന് ജയിച്ച് കയറാകുന്ന, പരമ്പരാഗതമായി അവർക്ക് വോട്ടുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2 തവണ മാത്രം കോൺഗ്രസ് പരാജയപ്പെട്ട മണ്ഡലമാണ്. ഇതിനു മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധി മത്സരിക്കുമ്പോൾ പോലും 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ള വിവരം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും അമേഠിയിലും വയനാട്ടിലും മത്സരിക്കുന്നു എന്ന വിവരം ഒരു ഘട്ടത്തിൽ പോലും മറച്ചു വെച്ചില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മറച്ചു വയ്ക്കുന്ന സാഹചര്യവും അതിനുശേഷം ഇവിടുത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും അതിനുശേഷം വിജയിച്ചു കയറിയപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കോൺഗ്രസിന് തീരുമാനമെടുക്കാം, അവരുടെ സീറ്റ് അവർക്ക് തീരുമാനമെടുക്കാം, അത് ആയിക്കോട്ടെ, അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അതിശക്തമായിട്ടുള്ള മത്സരമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണത്തെക്കാൾ നല്ല തരത്തിൽ വോട്ട് ശതമാനം ഞങ്ങൾക്ക് കൂടി, വോട്ട് കൂടി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇത്രയധികം ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് മത്സരിക്കുമ്പോഴും 65,000 വോട്ട് കുറയുകയാണ് ഉണ്ടായത്. 5% വോട്ട് കുറഞ്ഞു. ആ കുറഞ്ഞ വോട്ട് അങ്ങനെ തന്നെ BJPക്ക് കൂടി. കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ ശതമാനം ഈ തവണ അത് ഇരട്ടിയാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ കോലാഹലം ഉണ്ടാക്കി മത്സരിച്ചിട്ടും അതിന്റെ ഗുണം ആർക്കാണ് കിട്ടിയത് എന്ന് ഈ വോട്ട് ചിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ തന്നെ 2 പ്രധാനപ്പെട്ട കക്ഷികൾ, കാരണം കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന വസ്തുത, 3.25 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ച മണ്ഡലമാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. ശ്രീ അരുൺ, ഇന്നലെ ഈ സമയത്ത് ഞാൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയോട് സംസാരിച്ചിരുന്നു. ആനി രാജ ഇടതുപക്ഷത്തിന്റെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണല്ലോ. ആനി രാജ പറഞ്ഞത്, ആനി രാജ ഇപ്പോൾ നിൽക്കുന്നത് ഉത്തർപ്രദേശിലാണ്. രാഹുൽ ഗാന്ധി എടുത്തത് വളരെ ഉചിതമായ തീരുമാനമാണ്. അദ്ദേഹം റായ്ബറേലി നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ചെയ്യേണ്ടത് എന്നാണ്. റായ്ബറേലി നിലനിർത്തുക എന്നുള്ളത് അതൊരു പൊളിറ്റിക്കൽ നെസസിറ്റിയാണ്. അത് അദ്ദേഹം ചെയ്തു. അതിനെ നമ്മൾ വഞ്ചന എന്ന് ഇവിടെ ചിത്രീകരിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ്, എന്ത് ഗുണമാണ്? അല്ല, റായ്ബറേലി അദ്ദേഹം നിലനിർത്തി ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ എന്നുള്ളത് അവർക്ക് അതിനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ
ഈ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസം കഴിയുന്നതുവരെ അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്ന വിവരം കൃത്യമായി സപ്രസ് ചെയ്ത് ഇന്റൻഷനലി സപ്രസ്ഡ് ആണ്. അത്തരത്തിൽ സപ്രസ് ചെയ്ത് വച്ച കാര്യമാണ് ഏറ്റവും ഗൗരവമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണല്ലോ ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നത്. കാരണം എന്തായാലും ഇന്ത്യ മുന്നണിയുടെ അംഗബലത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. ഒരാൾ പോയി മറ്റൊരാൾ വരും, ഒരു MP പോയി കോൺഗ്രസിന്റെ മറ്റൊരു MP വരും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു MP വരും എന്നതാണ് ഇപ്പൊ ചിത്രീകരിക്കപ്പെടുന്നത്. അങ്ങനെ ചിത്രീകരിക്കപ്പെടുമ്പോഴും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് വീണ്ടും കേരളത്തെ കാണുന്നു എന്നതാണ് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആകെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എടുത്തു നോക്കിയാൽ 10-ൽ താഴെ സീറ്റേ കിട്ടിയുള്ളൂ. CPI ആയാലും CPM ആയാലും CPML ആയാലും എടുത്താൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗത്ത് എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരുന്നു. കർഷക സമരമായാലും ലോങ് മാർച്ച് ആയാലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടമായാലും അതുപോലെ ഏതു വിഷയം എടുത്തോ ഞങ്ങൾ നടത്തിയ പോരാട്ടം കോൺഗ്രസിന് ആധിപത്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായിട്ടുള്ള ഒരു മുന്നണിയായി മാറാൻ വേണ്ടിയിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാൻ ഒരു ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക എന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യവുമായി അവർ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോഴും വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും BJPക്ക് വളരാനുള്ള ഒരു മണ്ണ് സൃഷ്ടിക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ടൊരു പ്രയോജനം കിട്ടൂ. ശരി, ഓക്കെ. അതാണ് 2 കാര്യങ്ങൾ ശ്രീ രാജു പി നായർ. ഒന്നാമത്തേത് വഞ്ചന എന്ന ആംഗിളാണ്. രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം കഴിഞ്ഞ തവണയും 2 മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. പക്ഷേ വയനാട്ടിലെ ജനങ്ങളോട് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞില്ല, മറച്ചുവെച്ചു എന്ന ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് കോൺഗ്രസിലെ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നതിൽ കാര്യമുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക? ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ BJP എന്തായാലും സ്ഥാനാർത്ഥിയെ നിർത്തും. ആരായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി എന്നറിയില്ല. ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ മത്സരം BJP വേഴ്സസ് ഇന്ത്യ മുന്നണിയെന്നോ BJP വേഴ്സസ് കോൺഗ്രസ് എന്നോ എന്നുള്ള നിലയിലാകും. വയനാട്ടിൽ വളരെ നാമമാത്രമായ പ്രസൻസ് മാത്രമുള്ള BJPയെ അങ്ങനെ വലിയ ഒരു പദവിയിലേക്ക്, പ്രിയങ്ക ഗാന്ധിയുടെ എതിരാളി എന്ന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു കാര്യവും നടക്കാനുമില്ലല്ലോ. അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. ഒന്ന്, ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നുള്ള ഒരു ചിന്ത കോൺഗ്രസ് പങ്കുവച്ചിട്ടില്ല. കോൺഗ്രസിന് ഒരിക്കലും അത്തരത്തിൽ ചിന്തയില്ല. കോൺഗ്രസിൻ്റെ ഒരു ആഗ്രഹവും ഇടതുപക്ഷം അവിടെ മത്സരിക്കണം, ഇടതുപക്ഷം LDF അവിടെ മത്സരിക്കണം എന്നുള്ള, ഇടതുപക്ഷം എന്ന് പറയുന്നത് LDF അവിടെ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം LDFും UDFും തമ്മിൽ വളരെ ആരോഗ്യപരമായ എന്നാൽ ഏറ്റവും കടുത്ത മത്സരം ഉണ്ടാവണമെന്നും, എന്നാൽ ആ മത്സരം ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സംഭവം എല്ലാം കഴിഞ്ഞ് ഏകദേശം ഫലം എന്തായിരിക്കും എന്ന് അറിയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് നമുക്ക് മത്സരിക്കാൻ, നല്ല രീതിയിൽ മത്സരിക്കാനായിട്ട് ഇടതുപക്ഷം ഏറ്റവും ശക്തമായ മത്സരം ഇവിടെ കാഴ്ചവെക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അങ്ങനെ ശക്തമായ ഒരു മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ BJPക്ക് ഇടം കിട്ടാതിരിക്കൂ. BJPക്ക് ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശയക്കുഴപ്പമില്ല, ഇടതുപക്ഷം അവിടെ മത്സരിക്കണം. പിന്നെ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞപ്പോൾ 1-2 കാര്യം. ഒന്ന്, ഇടതുപക്ഷം ദുർബലപ്പെടണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, CPM ഇടതുപക്ഷമല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. CPM ഇന്ന് ഒരു ഇടതുപക്ഷ സ്വഭാവവുമില്ല. CPM തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് പലപ്പോഴും CPM എന്ന് പറയാറില്ല, പിണറായിസ്റ്റുകൾ എന്ന് പറയാറുള്ളൂ കേരളത്തിൽ. ആ പിണറായിസ്റ്റുകൾ തീവ്ര വലതുപക്ഷമാണ്. നിങ്ങളെ RSSനോടും BJPയോടും കൂട്ടിക്കെട്ടി മാത്രമേ ഏത് വിഷയത്തിലും, അത് സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലായാലും എല്ലാത്തിലും BJPയോട് കൂട്ടിക്കെട്ടി മാത്രമേ കേരളത്തിലെ പിണറായിസ്റ്റുകളെ കാണാൻ കഴിയൂ. ഇടതുപക്ഷം ഇന്ന് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സായി ഇടതുപക്ഷത്ത് നിലയുറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അവിടെ തീവ്ര വലതുപക്ഷമായ കേരളത്തിലെ പിണറായിസ്റ്റുകളോട് ഔദ്യോഗികമായി CPMനോട് ഞങ്ങൾ പോരാടുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ ഇടതുപക്ഷം ദുർബലപ്പെടുന്നു എന്നുള്ളൊരു വാദം CPMനെ സംബന്ധിച്ച് പോലും പറയാൻ കഴിയില്ല. കാരണം CPMന് രാജസ്ഥാനിൽ ഒരു സീറ്റ് നൽകിക്കൊണ്ട് CPMന്റെ ദേശീയ പദവി നിലനിർത്താൻ കോൺഗ്രസ് സഹായിക്കുക കൂടിയായിരുന്നു രാജസ്ഥാനിൽ. അതെവിടെയാണ്? 30,000 മാത്രം വോട്ടുള്ള സ്ഥലത്ത് കോൺഗ്രസ് സീറ്റ് വിട്ട് നൽകിക്കൊണ്ട് അവരെ മത്സരിപ്പിക്കാറ്. ഇനി അത് ചിലപ്പോൾ പറയും ഞങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ വോട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിന് ഞങ്ങളെല്ലാം വോട്ട് ചെയ്തു എന്നൊക്കെ പറയാം. അതൊരു മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് ഞാനത് നിഷേധിക്കില്ല. പക്ഷേ അപ്പോഴും നോക്കുക,
2020 സീതാറാം യെച്ചൂരിയെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കോൺഗ്രസ് പിന്തുണച്ചുകൊണ്ട് രാജ്യസഭാ അംഗത്വം കൊടുക്കാം എന്നുള്ളത് കോൺഗ്രസ് ഒരു അൺകണ്ടീഷണലായിട്ട് ഒരു ഉപാധിയുമില്ലാതെ മുന്നോട്ട് വെച്ചതാണ്. അന്ന് പിണറായിസ്റ്റുകളാണ് അതിനെ അട്ടിമറിച്ചത്. അപ്പം ഞങ്ങൾക്ക് CPM-നോട് വിരോധമില്ല, ഞങ്ങൾ ഇടതുപക്ഷം ദുർബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ കേരളത്തിലെ CPM എന്ന് പറയുന്നത്, ഔദ്യോഗികമായി CPM എന്ന് പറയുന്ന പിണറായിസ്റ്റുകൾ RSS-നോട് കൂട്ടിക്കെട്ടി കണ്ടുവരാം. അതങ്ങനെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുക അരുൺകുമാർ. എന്താ നിങ്ങളുടെ തീരുമാനം? രാഹുൽ ഗാന്ധി വയനാട് വന്നത് വഞ്ചനയാണ്, രാഹുൽ ഗാന്ധി വയനാട് രാജിവെക്കുന്നത് വഞ്ചനയാണ്, പ്രിയങ്ക ഗാന്ധി വയനാട്ടേക്ക് വരുന്നത് വഞ്ചനയാണ്. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? അത് നിങ്ങളൊന്ന് ആദ്യം തീരുമാനിക്കും. കാരണം രാഹുൽ ഗാന്ധി വയനാട് വിടുന്നു എന്ന് പറയുമ്പോൾ അയ്യോ വഞ്ചിക്കുന്നേ എന്ന് പറയുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോകാൻ പാടില്ല. പക്ഷേ എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു, അതും വഞ്ചനയാണ്, BJP-യോടുള്ള പോരാട്ടത്തോടുള്ള വഞ്ചനയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താ ഇവിടെ പ്രിയങ്ക ഗാന്ധി വരുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ? രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ റായ്ബറേലിയെ കുറിച്ചൊരു തീരുമാനം എടുത്തിരുന്നില്ല. അരുൺകുമാർ വളരെ കൗശലത്തോടു കൂടി 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചെന്നാണ്. അല്ല, ഏപ്രിൽ 26 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മെയ് 3 രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കപ്പെടുന്നത്. അഭിലാഷ്, ഞാൻ മറ്റ് ഒരു ആ സാഹചര്യം എന്തായിരുന്നു ആലോചിച്ച് നോക്കൂ. അഭിലാഷിന് അറിയാൻ പറ്റും. റായ്ബറേലി ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം സ്ഥാനാർത്ഥി നിർണയം വഴി ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യമാണ്. മറ്റു പല സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. റായ്ബറേലിയും അമേത്തിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തൊരു സാഹചര്യം. അഭിലാഷിന് ഓർമ്മയുണ്ടോ ആ സാഹചര്യം? എന്താ? വരുൺ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിലനിൽക്കുന്ന സമയം. വരുൺ ഗാന്ധി എന്ത് ചെയ്യണം? മത്സരിക്കണമോ മത്സരിക്കാതിരിക്കണമോ? SP-യുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നു, എവിടെ നിന്ന് മത്സരിക്കുന്നു? റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നു, സുൽത്താൻ പൂർന്ന് മത്സരിക്കുന്നു, എവിടെ നിന്നും മത്സരിക്കണം തീരുമാനമെടുക്കാത്ത സമയം. ഒരിക്കലും റായ്ബറേലിയോ അമേഠിയോ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വരുൺ ഗാന്ധിയോടെതിരായിട്ട് മാറരുത് എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, വരുൺ ഗാന്ധി മാത്രമല്ല മറ്റു പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ചില ഇന്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ആ തീരുമാനം നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോഴും പ്രിയങ്ക ഗാന്ധി എടുത്ത നിലപാട് ഞാൻ മത്സരിക്കുന്നില്ല, ഈ കുടുംബത്തിലെ 3 പേർ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം നരേന്ദ്രമോദിയും BJP-യും ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ട് ഞാൻ മത്സരരംഗത്തില്ല, ഞാൻ മത്സരരംഗത്ത് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറുകയായിരുന്നു. എന്നാൽ കിഷോരിലാൽ ശർമ്മയെ അമേഠിയിൽ മത്സരിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി മുന്നിൽ നിന്ന് ആ പോരാട്ടം നടത്തി. ഏറ്റവും ഹൈലൈറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയെ നരേന്ദ്രമോദിയെ ജയിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് അമേഠിയിലും റായ്ബറേലിയിലുമുള്ള തെരഞ്ഞെടുപ്പ് ഇത് പൂർത്തിയാക്കിയത്. റായ്ബറേലിയിലെ ജനങ്ങളും വയനാട്ടിലെ ജനങ്ങളും സ്വാഭാവികമായിട്ടും ഏകദേശം ഒരേ ചിന്തയൊക്കെയുള്ളവരാണല്ലോ. റായ്ബറേലിയിലെ ജനങ്ങൾക്കറിയാമായിരുന്നല്ലോ വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടാണ് വരുന്നത്, അവിടെ എന്തായാലും വിജയിക്കും. എന്നിട്ടും റായ്ബറേലിയിലെ ജനം 3,90,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനല്ലേ ജയിപ്പിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ഈ രാജ്യത്ത് RSS-നെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യും എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് റായ്ബറേലിയിൽ ജനങ്ങളും തീരുമാനമെടുത്തത്. ഞാൻ പറഞ്ഞു തീർക്കാം ഒരു സെക്കൻഡ്. ഇനി റായ്ബറേലി ഉപേക്ഷിക്കണോ വയനാട് ഉപേക്ഷിക്കണോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ദുഷ്കരമായ ഒരു തീരുമാനമാണ്. അദ്ദേഹം തന്നെ വന്നപ്പോൾ പറഞ്ഞു ഏറ്റവും ദുഷ്കരമായ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹം വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങളോട് പറഞ്ഞത് ഞാൻ എടുക്കുന്ന തീരുമാനം അത് നിങ്ങൾ 2 പേരെയും സന്തോഷിപ്പിക്കുന്നതാവും. വയനാടിനെ സംബന്ധിച്ചോളം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, രാഹുൽ ഗാന്ധിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുകയും വയനാടിനോട് അത്രമാത്രം ആത്മബന്ധവുമുള്ളൊരു മണ്ഡലമായിരുന്നു. അങ്ങനെ വയനാട് രാഷ്ട്രീയ കാരണങ്ങളാൽ മാറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വയനാടിന് ഒരൊട്ടും പരിഗണന തീരാതെ നെഹ്റു കുടുംബത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും മനസ്സിനുള്ളിൽ വയനാടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവർക്ക് സന്തോഷകരമായ ഒരു തീരുമാനം വേണമായിരുന്നു. ആ സന്തോഷകരമായ തീരുമാനമാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ വന്നത്. പ്രിയങ്ക ഗാന്ധിയും ഒരു കുടുംബ ആധിപത്യമുണ്ട് എന്ന് വരുത്തേണ്ടെന്ന് വിചാരിച്ച് മാറിയുന്ന പ്രിയങ്ക ഗാന്ധി. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ വയനാടിനോടുള്ള ആത്മബന്ധം, ആ ആത്മബന്ധത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി മത്സരത്തിന് തയ്യാറായി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ രീതിയിൽ വയനാടിനോട് നീതിപൂർവകമായി തന്നെ
ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ ആണ് രാഹുൽ ഗാന്ധി വയനാട് വിടുന്നത്. ആ വയനാടിലെ ജനങ്ങൾ ആ തീരുമാനത്തെ ശിരസ വഹിക്കും, മനസ്സുകൊണ്ട് പിന്തുണയ്ക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ശരി. ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ ദീർഘമായ വിശദീകരണം. ശ്രീ ശങ്കുട്ടി ദാസ്, BJP-യെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രം ആദ്യമായി 1 ലക്ഷം വോട്ട് കവർ ചെയ്ത മണ്ഡലമാണ്. 10% വോട്ട് അതിനു ചുവടെയുള്ള സ്ട്രെങ്ത് മാത്രമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു ഹൈ പ്രൊഫൈൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രിയങ്ക ഗാന്ധി വദ്ര അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അവരുടെ പോൾ ഡെബ്യൂ ആണ്. അങ്ങനെ ഒരു മത്സരം, നാഷണൽ ലെവലിൽ ഗ്ലാമറസ് ആയ ഒരു മത്സരം നടക്കുമ്പോൾ BJP ആരെ ഇറക്കും? മുമ്പ് രാഹുൽ ഗാന്ധിയെ നേരിടാൻ സ്മൃതി ഇറാനിയെ അയച്ചതുമാതിരി ഇപ്പോൾ സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണല്ലോ. സ്മൃതി ഇറാനി വയനാട് ചുരത്തിലേക്ക് വരുമോ? നോക്കൂ, ശരിയായ ഉത്തരങ്ങൾക്ക് ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. തെറ്റായ ചോദ്യങ്ങൾ തെറ്റായ ഉത്തരങ്ങൾ മാത്രമേ തരികയുള്ളൂ. അങ്ങയുടെ എന്നോടുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ നേരത്തെയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കില്ല. സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര നേതൃത്വമായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലുള്ള എൻ്റെ ഒരു നിലപാട് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. നമ്മൾ ഈ വിഷയത്തെ വളരെ കൗശലപൂർവ്വമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. യഥാർത്ഥ ഇഷ്യൂ മറ്റൊരു വശത്ത് നിൽക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു ദിശയിലുള്ളൊരു വിഷയമാണ്. ഇത് കാര്യങ്ങൾക്കൊരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടല്ലോ. അതായത് മൂന്നാമത് നടക്കുന്ന വിഷയമാണ് നമ്മൾ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസത്തെ വിഷയം നമ്മൾ ചർച്ചയെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ചു. 2 സ്ഥലത്തും അദ്ദേഹം വിജയിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മണ്ഡലം ഉപേക്ഷിക്കണം. UP-യിലുള്ള റായ്ബറേലി വേണമോ കേരളത്തിലുള്ള വയനാട് വേണമോ എന്ന ചോയ്സ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട് ഉപേക്ഷിച്ചു. UP-യിലെ റായ്ബറേലി അദ്ദേഹം തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി റായ്ബറേലിയാണ്. അദ്ദേഹത്തിന് അമേഠിയിൽ നിന്ന് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇല്ലാതിരുന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആര് നിന്നാലും ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ള അജയ് തറയിൽ, കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അജയ് തറയിലാണ് പറഞ്ഞത്, കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഞങ്ങൾ ജയിക്കുന്ന മണ്ഡലമാണ് വയനാട് എന്ന്. ആ നിലയിൽ മാത്രം അവർ പരിഗണിക്കുന്ന, ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലം അദ്ദേഹം സേഫ് സീറ്റായിട്ട് എടുത്തു. ആ വട്ടം അദ്ദേഹം അമേഠിയിൽ തോറ്റതുകൊണ്ട് മാത്രം 5 കൊല്ലം രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആയി. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അമേഠിയിൽ ജയിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി എന്നൊരു MP വയനാട്ടിൽ ഒരു കാലത്തും ഇല്ല. ഇത്തവണ റായ്ബറേലിയിലും ഇവിടെയും മത്സരിച്ചപ്പോൾ റായ്ബറേലി ഭാഗ്യവശാൽ അദ്ദേഹം ജയിച്ചു. അദ്ദേഹം വയനാട് എന്നുള്ള മണ്ഡലം അവരുടെ സാധാരണ മനോഭാവ പ്രകാരം അദ്ദേഹം ഉപേക്ഷിച്ചു. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ വിഷയമല്ല ചർച്ച ചെയ്തത്. രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണം. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിക്കണം. സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിക്കുമ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയും CPM-ന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരും. ആ ഘട്ടത്തിലാണ് പകരം വരുന്ന സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡെബ്യൂട്ടിന്റെ പ്രസക്തി എന്താണ്? അവരുടെ മുന്നിലുള്ള മറ്റ് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ള പരിചയത്തിന് ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? BJP അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നൊക്കെയുള്ള വിഷയം അപ്പോഴാണ്. അത് മൂന്നാമത്തെ ഘട്ടത്തിലാണ്. ആദ്യത്തെ വിഷയം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് വെടിഞ്ഞു എന്നുള്ളതല്ലേ? രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് ചെയ്തത് വഞ്ചനയാണോ എന്നുള്ളതല്ലേ? രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ മാത്രം മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ. അദ്ദേഹം എന്തിന് അഥവാ തോറ്റു കഴിഞ്ഞാൽ നിലനിർത്താവുന്ന ഒരു മണ്ഡലമായിട്ട് വയനാടിനെ എടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ പ്രശ്നം, കാര്യമല്ലേ? നരേന്ദ്രമോദി തന്നെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടില്ല. 2014 അദ്ദേഹം 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. വാജ്പേയി മത്സരിച്ചിട്ടുണ്ടല്ലോ. എത്രയോ ദേശീയ നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് ഈ രാജ്യത്ത് പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങ് തുടർച്ചയായിട്ട് പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ ഊഴത്തിൽ അങ്ങ് പറഞ്ഞു BJP-ക്ക് 1 ലക്ഷത്തോളം വോട്ട് ആദ്യമായി കിട്ടിയ 10% മാത്രം വോട്ടുള്ള മണ്ഡലം. BJP വോട്ട് ഇരട്ടിയാക്കിയായിട്ടുള്ള മണ്ഡലമാണ് വയനാട് മണ്ഡലം. 2019 78,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ 41,000 വോട്ട് മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടോ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട്? 13% വോട്ടുണ്ട് BJP-ക്ക്. 13% വോട്ട് BJP-ക്ക് ഉണ്ട്. വയനാട് മണ്ഡലത്തിൽ ഈ വട്ടത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗെയിനർ BJP-ആണ്. കോൺഗ്രസിന് വോട്ട് കുറയുക ചെയ്ത് 50,000 വോട്ട് കുറയുക ചെയ്ത്. കഴിഞ്ഞ 64% വോട്ട് ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ 59% വോട്ടേ ഉള്ളൂ. 7 ലക്ഷത്തിന് ഇത്തവണ കൂടി. അതന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത്തവണ മാത്രം, അല്ലെങ്കിൽ ഇത്തവണയാണ് BJP ആ നിലയ്ക്ക് 1 ലക്ഷം കവർ ചെയ്യുന്ന പെർഫോമൻസ് നടത്തിയത്. ഇത്തവണയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ പ്രശ്നം ഞാൻ പറയാം. ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ന് വരെയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഒരേ വട്ടം രണ്ടാമത്തെ മണ്ഡലം ഈ പറയുന്ന സേഫ് സീറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള അനുഭവമില്ല.
നരേന്ദ്രമോദി 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 2 സ്ഥലത്തും നരേന്ദ്രമോദി വിജയിക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദി അഹമ്മദാബാദിലും വിജയിച്ചു, വാരണാസിയിലും വിജയിച്ചു. അദ്ദേഹം അഹമ്മദാബാദ് ഉപേക്ഷിച്ച് വാരണാസിയിൽ തുടർന്നു. അടുത്ത വട്ടം അദ്ദേഹം വാരണാസിയിൽ മാത്രമേ മത്സരിച്ചുള്ളൂ. ഒരു സീറ്റിനെ സ്ഥിരമായിട്ട് സ്റ്റെപ്പിനി ടയറാക്കി വെക്കുന്ന ഒരു പ്രവണത വേറെ എവിടെയില്ല. രാഹുൽ ഗാന്ധി ആദ്യത്തെ വട്ടം അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചു, അമേഠിയിൽ തോറ്റു, വയനാട് നിലനിർത്തി. അടുത്ത വട്ടം അദ്ദേഹം റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിക്കുന്നു, എന്നിട്ട് ജയിക്കുമ്പോൾ വയനാട് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ വയനാട് എന്താണ്? വയനാട് അഥവാ ജയിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന സ്പെയർ മണ്ഡലമാണ്. ഇതിന് ഒരു പ്രസിഡൻസ് അങ്ങ് പറയൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പായിട്ട് ഇങ്ങനെ ഒരു നേതാവ് ചെയ്ത കാര്യം അതൊന്നുമില്ല. ഇത് കോൺഗ്രസിന് എന്തുമാവാം എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ ചോദ്യം. രാഹുൽ ഗാന്ധി ഇനി മാറുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ, റായ്ബറേലിയിൽ പോവുകയാണെന്ന് ഇരിക്കട്ടെ, എന്തിനാണ് ഒരു പ്രവാസി അല്ലാത്ത സ്ഥിരമായിട്ട് ആ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു MP കൊടുക്കാനുള്ള അവസരം എന്താണ് കോൺഗ്രസ് ഉപയോഗിക്കാത്തത്? രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ ആരെങ്കിലും വയനാട്ടിൽ നിൽക്കുക എന്നുള്ളതാണോ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ? ഗാന്ധി കുടുംബമായിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്നത് എത്ര പൈങ്കിളി ആയിട്ടുള്ള രാഷ്ട്രീയമാണ്. അവർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി കുടുംബത്തിന്റെ ഒരു വിഷയമാണ് അവർ സംസാരിക്കുന്നത്. വയനാട് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി കുടുംബത്തിന്റെ വൈകാരിക പ്രശ്നമല്ല, വയനാട്ടിലെ കുറെ മനുഷ്യരുടെ ജീവന പ്രശ്നമാണ്. അവർക്ക് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒരു പെർഫോമിംഗ് MP ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് അത് സാധിച്ചിരുന്നില്ല. നോക്കൂ, നാഷണൽ ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും വളരെ ലീസ്റ്റ് പെർഫോമിംഗ് MP-മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് 51% അറ്റൻഡൻസ് ഉള്ളൂ പാർലമെന്റിൽ. നാഷണൽ ആവറേജ് 79%. കേരളത്തിലുള്ള MP-മാരുടെ ആവറേജ് 84%. അദ്ദേഹം ആകെ 8 രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സെഷൻസ് കൂടി നമ്മൾ ഇത് പറയുമ്പോൾ പരിഗണിക്കണം കേട്ടോ. കൂട്ടിയാൽ കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ആകെ പങ്കെടുത്തുള്ള ഡിബേറ്റുകളുടെ എണ്ണം 8. നാഷണൽ ആവറേജ് 46. കേരളത്തിലുള്ള MP-മാരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 79. അദ്ദേഹത്തിന്റെ ആകെ ചോദ്യങ്ങളുടെ എണ്ണം 99. നാഷണൽ ആവറേജ് 210. കേരളത്തിലുള്ള MP-മാരുടെ ആവറേജ് 275. അദ്ദേഹം ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് പോലും അവതരിപ്പിച്ചിട്ടില്ല. നാഷണൽ ആവറേജ് 4. കേരളത്തിലുള്ള MP-മാരുടെ ആവറേജ് 5. നാഷണൽ ആവറേജ് 3. അപ്പോൾ MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. ഇനി അതിന് കാരണം അദ്ദേഹത്തിന് 1 വർഷത്തോളം അയോഗ്യത കാരണം മാറി നിൽക്കേണ്ടി വന്നാണ് പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പെർഫോമൻസ് എന്താണ്? കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 9 തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ തവണ കാട്ടാന വയനാട്ടിൽ വന്നിട്ടുണ്ട്. അതായത് വയനാട് ജില്ലാ വികസന അതോറിറ്റിയുടെ അധ്യക്ഷൻ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. വയനാട് MP എന്നുള്ള രീതിയിൽ വർഷത്തിൽ 4 തവണ യോഗം ചേരുന്ന ഒരു സമിതിയാണത്. ആ സമിതിയുടെ യോഗങ്ങളിൽ അദ്ദേഹം ആകെ 5 തവണയാണ് പങ്കെടുത്തിട്ടുള്ളത്, വർഷത്തിൽ 1 എന്നുള്ള ആവറേജിൽ. അതേപോലെ 2019 വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വയനാടിന് വേണ്ടി പറഞ്ഞിട്ടുള്ള പ്രോമിസുകളിൽ ഒന്നുപോലും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ പറയുന്ന ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനം, അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിലുള്ള ഗതാഗത പ്രശ്നം, അതല്ലെങ്കിൽ അവിടെ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത വിഷയം, ഇങ്ങനെ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെന്തെങ്കിലും ഒന്ന് പരിഹരിക്കാൻ സാധിച്ചില്ല. നമുക്കത് പറയാം. രാഹുൽ ഗാന്ധി തിരക്കായിരുന്നു. രാഹുൽ ഗാന്ധിന് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു. അംബാനിയോടോ അദാനിയോടൊക്കെ പോരാടുകയായിരുന്നു. വയനാട് നോക്കാൻ പറ്റില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി വഴിയാണ്. ഇനിയെങ്കിലും വയനാട്ടിൽ സ്ഥിരമായി പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന കേരളത്തിൽ നിന്നുള്ള MP കൊടുത്തൂടെ? അപ്പോഴും നിങ്ങൾ രാഹുൽ ഗാന്ധിയോടുള്ള വൈകാരിക ബന്ധം നിലനിർത്താൻ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായിട്ട് ഒരാളെ നിർത്തുകയാണ്, ഒരു പ്രവാസി MP കൂടി നിർത്തുകയാണ്. നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ അവരുടെ ഒരു ഡിവൈൻ പ്രിവിലേജ്, അവരുടെ എൻടൈറ്റിൽമെന്റ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതാണ് ഇതിലത്തെ യഥാർത്ഥ ചർച്ച. ശരി, ഓക്കെ, അതിനൊരു മറുപടി ശ്രീ രാജു P. നായർ. അങ്ങനെ ഇതൊരു കുടുംബത്തിന്റെ സീറ്റായി, കുടുംബ സ്വത്തായി ആണോ നിങ്ങൾ കാണുന്നത്? വിസിറ്റിംഗ് MP മാത്രം മതിയോ വയനാടിന്? ഇപ്പോൾ മറ്റ് ചുറ്റുപാടുമുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിലൊക്കെ സ്ഥിരം MP ഉള്ളപ്പോൾ വല്ലപ്പോഴും മാത്രം വയനാട്ടിലേക്ക് വരാൻ കഴിയുന്ന, വയനാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ദൈനംദിനം ഇടപെടാൻ കഴിയാത്ത ഒരാൾ വേണമോ MP എന്നുള്ളതാണ് അതിലൊരു കാതലായ ചോദ്യം. പിന്നെ രാഹുൽ ഗാന്ധി 5 കൊല്ലം വയനാട് MP ആയിരുന്നത് കൊണ്ട് എന്തുണ്ടായി എന്നുള്ളത്. ശരി, അതിനു മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് മറുപടികൾ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഈ 2 സീറ്റ് മത്സരിക്കുന്നതിനെ കുറിച്ച് ശങ്കുട്ടി ദാസ് വലിയത് പറഞ്ഞു. ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞ കാര്യം, മത്സരിച്ച കാര്യം പറഞ്ഞപ്പോൾ അത് ആദ്യം മത്സരിച്ചു എന്ന് പറഞ്ഞു. ശങ്കുട്ടി ദാസ് ഒന്നുകൊണ്ട് പേടിക്കണ്ട, അടുത്ത തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നരേന്ദ്രമോദി 2 സീറ്റ് മത്സരിക്കും. അത് എന്തായാലും വാരണാസി പേടിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? 3 ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 2 സീറ്റ് മത്സരിച്ചോളൂ. ശങ്കുട്ടി ദാസിന് മുൻകൂർ മറുപടി അങ്ങേരുത്, അല്ലെങ്കിൽ ഒരു ഇതായിട്ടുള്ള മറുപടി ആയിട്ട് കൂട്ടിക്കോ. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പെർഫോമൻസിനെ അതിനെ പെടുത്തിയാണോ ഒരു ദേശീയ നേതാവിനെ കാണേണ്ടത്? അദ്ദേഹം 8 മാസം ഈ സർക്കാരിനെതിരെയും നിങ്ങളുടെ RSSന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയും തെരുവിലായിരുന്നു. 8 മാസം തെരുവിലായിരുന്നു അദ്ദേഹം. മനസ്സിലായില്ലേ?
അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താണെന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് ഈ നിതീഷിന്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെയും ആശ്രയത്തിൽ കഴിയേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾ എത്രമാത്രം 10,000 കോടി രൂപ മുടക്കിയ ഒരു സംവിധാനം ഉണ്ടാക്കി അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ഇന്ത്യ അദ്ദേഹത്തിന്റെ നിലപാടിനെ തിരിച്ചറിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെ 240. മറക്കണ്ട, ഇരുന്നോട്ടെ. പിന്നെ അഭിലാഷ് പറഞ്ഞത് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ അറ്റൻഡൻസിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വയനാട് 123.4% MP ലാഡ് ഫണ്ട് ചെലവാക്കിയ MP ആണ് രാഹുൽ ഗാന്ധി. അറിയോ ശങ്കുട്ടിദാസിന്? 158 കോടി രൂപയുടെ CRIF ഫണ്ട്, കേരളത്തിലെ ഏറ്റവും ഒന്നാമതാണ് CRIF ഫണ്ട് കൊണ്ടുവന്ന മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നത് 7,418 കോടി രൂപയുടെ ചുരം വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന, ക്ഷമിക്കണം 3,418 ആണെന്ന് എൻ്റെ ഓർമ്മ, ചുരം വികസനത്തിന് വേണ്ടി ഫണ്ട് കൊണ്ടുവന്നാണ്. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽ പാതയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ ശ്രമം നടത്തിയ MP ആണ് രാഹുൽ ഗാന്ധി. പിന്നെ അങ്ങ് 9 പ്രാവശ്യം എന്ന് പറഞ്ഞല്ലോ, ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറയുന്നത് പച്ച കള്ളമല്ലാന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ 9 വിസിറ്റിന്റെ ഡീറ്റെയിൽസ് പുറത്തു വിടണം. ഈ ചർച്ചയിൽ വേണ്ട, ഫേസ്ബുക്ക് ഉണ്ടല്ലോ. ശങ്കുട്ടിദാസ് പറയുന്നതിന് ആത്മാർത്ഥത സ്വന്തം വാക്കുകളോടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 9 പ്രാവശ്യം എന്നുള്ള വിസിറ്റിന്റെ ഡീറ്റെയിൽസ് ഇടണം. അതിട്ടാൽ അതിന് മറുപടിയായിട്ട് എത്ര പ്രാവശ്യം വന്നു എന്നുള്ളതും ഏതൊക്കെ നിയോജക മണ്ഡലത്തിൽ പോയി എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ശങ്കുട്ടിദാസ് ഒന്ന് മനസ്സിലാക്കിയോ, ഞാൻ ഈ സ്റ്റുഡിയോയിൽ പറയുന്നതല്ല, ഞാൻ വയനാടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഡയലോഗ് അടിക്കരുത്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, സ്വന്തം വാക്കുകളോട് സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഉപയോഗിച്ച് ഈ കള്ള പ്രചരണം നിങ്ങൾ തെളിയിക്കും ശങ്കുട്ടിദാസെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ പ്രിയങ്ക ഗാന്ധി കുടുംബമണ്ഡലമാണ്? അല്ല, കുടുംബമണ്ഡലം എന്നല്ല പ്രശ്നം. വയനാട് രാഹുൽ ഗാന്ധിയോട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നെഹ്റു കുടുംബത്തിലൊരു അംഗം എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ വയനാട് വന്ന് മത്സരിച്ച് 2 പ്രാവശ്യം മാത്രം പ്രചരണത്തിന് വന്നപ്പോൾ 2 തെരഞ്ഞെടുപ്പിലും ഈ ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തത്? കാരണം നെഹ്റു കുടുംബത്തിലെ അല്ലെങ്കിൽ RSSനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിന്റെ കുന്തമുനയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ, ആ രാഹുൽ ഗാന്ധിയെ വയനാടിന്റെ മതേതര വയനാടിന് വേണം എന്നുള്ള കൃത്യമായ ബോധ്യമാണ്. ആ വൈകാരിക ബന്ധമാണ്. ആ വൈകാരിക ബന്ധത്തിന് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. എങ്ങനെയാ? വയനാടിന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൊമിനൻസ് ഉള്ള രീതിയിൽ വയനാട് രാഹുൽ ഗാന്ധിയെ ഏത് വികാരത്താൽ തിരഞ്ഞെടുത്തോ അതേ വികാരത്തിന് ഉതകുന്ന രീതിയിൽ ഈ RSSനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ കൊടുക്കുന്നു. ശങ്കുട്ടിദാസിന്റെ ഒക്കെ ഈ പേടി എന്താണെന്നറിയോ അഭിലാഷ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ഉള്ള ലോക്സഭ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നരേന്ദ്രമോദിക്ക് ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റുമോ പാർലമെന്റിൽ? ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആർജവമുണ്ടെങ്കിൽ വേർത്തു കുളിക്കുന്ന കാണാൻ. നിങ്ങൾ എത്ര AC കൂട്ടിയിട്ടാലും ആ ഇന്ത്യയുടെ പാർലമെന്റ് വേർത്തു കുളിക്കുന്ന നരേന്ദ്രമോദിയെ കാണാൻ പറ്റും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്രേ പറഞ്ഞു നിർത്തുന്നുള്ളൂ, ബാക്കി വഴിയെ നമുക്ക് പറയാം. പിന്നെ അരുൺകുമാർ പറഞ്ഞ 1-2 കാര്യം. അരുൺകുമാർ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് പറഞ്ഞു മറുപടി പറഞ്ഞോട്ടെ. അരുൺകുമാറെ, നിങ്ങൾ എവിടെയാണ് ഈ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ? നിങ്ങൾക്ക് എന്തായിരുന്നു സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ റോള്? നിങ്ങൾ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് വിരുദ്ധത മാത്രം പ്രസംഗിച്ചുകൊണ്ടാണ് നിങ്ങൾ വോട്ട് പിടിക്കാൻ. അല്ലല്ല, കുറച്ച് 2-3 കാര്യങ്ങൾ പറയാനും കൂടി. അല്ല, 2-3 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. തയ്യാറാക്കി കൊണ്ടുവന്നല്ല ചോദിക്കട്ടെ, ഞാൻ മറുപടി പറഞ്ഞോളാം. അല്ല ഞാൻ എഴുതിക്കൊണ്ടുവന്ന ഞാൻ ചോദിച്ചോളൂ. ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വരും. എന്റെ കയ്യിൽ വസ്തുതകളും കാര്യങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്ത് വരും. ഞാൻ ഒരൊറ്റ ചോദ്യം അരുൺകുമാറിനോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് മറുപടി പറയണം. ഇന്ത്യയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, അയോധ്യ ആയുധമാക്കിയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയ മണ്ണ് ഫൈസാബാദ്. ആ ഫൈസാബാദിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സമാജ്വാദി പാർട്ടി മത്സരിച്ചു. എന്തിനാ അവിടെ CPI ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്? പറയാൻ കഴിയും അരുൺകുമാറെ? നിങ്ങളുടെ RSSനെതിരെയുള്ള പോരാട്ടം വെറും പള്ളയാണ് എന്ന് തെളിയിക്കാൻ ഒരു ഒറ്റ കാര്യം മതി. ഫൈസാബാദ് പോലൊരു മണ്ഡലത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് മുഴുവൻ വർഗീയത കത്തിപ്പടർത്താൻ നോക്കിയ ലാബിൽ
സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോ നിങ്ങൾ ഇടതുപക്ഷം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തി 15,000 വോട്ട് പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്ഥാനാർത്ഥി ഒരു 50,000 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ അവിടെ ഈ ഇന്ത്യ മുന്നണി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായേനെ. ഈ രാജ്യം മുഴുവൻ BJPയുടെ വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായിട്ട് നിൽക്കുന്ന അയോധ്യ ഇരിക്കുന്ന ഫൈസാബാദിൽ BJP വിജയിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ആണല്ലേ, നിങ്ങൾ BJPക്കെതിരെയുള്ള പോരാട്ടത്തിലെ കങ്കാണികളാണ്. നിങ്ങൾ BJPക്കെതിരെ പോരാട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്നവരാണ്. നിങ്ങൾ പിണറായിസ്റ്റുകൾ. ആ പിണറായിസ്റ്റുകളെ കേരളത്തിൽ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ അണിചേർക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയമായിട്ട് വയനാടും ഞങ്ങൾ നേരിടും. ഓക്കെ, അതാണ് CPM-നോടുള്ള കോൺഗ്രസിന്റെ ചോദ്യം. ഇവിടെ ശ്രീ അരുൺകുമാർ, എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ താങ്കൾ പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ തകർക്കാനാണ് കോൺഗ്രസിന് താല്പര്യം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രയോറിറ്റി അതാണെന്ന്. നോക്കൂ, വയനാട് ഒരിക്കൽ പോലും രൂപം കൊണ്ടതിന് ശേഷം ഒരിക്കൽ പോലും ഇടതുപക്ഷം ജയിക്കാത്ത മണ്ഡലമാണ്. പറഞ്ഞ രാഹുൽ ഗാന്ധി ഒന്നും ഇല്ലാതെ തന്നെ MI ഷാനവാസ് ഒരു തവണ വമ്പിച്ച ഭൂരിപക്ഷത്തിന്, അത്തവണത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് 2009 നേടിയതാണ്. 2014 കുറച്ച് ടൈറ്റായ മത്സരം വന്നു എന്നത് ഒഴിച്ചാൽ വയനാട് പൊതുവെ UDF-ന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെയൊക്കെ വോട്ടിംഗ് എടുത്താൽ പോലും നമുക്കത് കാണാൻ കഴിയുന്ന സംഗതിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ K മുരളീധരനോ MM ഹസനോ മറ്റാരെങ്കിലുമോ മത്സരിച്ചിരുന്നുവെങ്കിലും UDF ജയിക്കുകയുള്ളൂ ആ മണ്ഡലത്തിന്റെ നിലയനുസരിച്ച്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നതുകൊണ്ട് ഇടതുപക്ഷം സവിശേഷമായി പരാജയപ്പെടും എന്നുള്ള നിലയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനൊപ്പം മിക്കവാറും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനൊപ്പമായിരിക്കും പാലക്കാട്, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുക. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റായ ചേലക്കര അടക്കം തോൽക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം ഈ ലോക്സഭാ ഇലക്ഷനിൽ പോലും ആ സെഗ്മെന്റിൽ നിങ്ങൾക്കായിരുന്നു ലീഡ്. അമ്പെ പരാജയപ്പെട്ടെടുത്ത്, കേരളമാകെ പരാജയപ്പെട്ടെടുത്ത് പോലും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമാണോ നിങ്ങളെ നയിക്കുന്നത്? മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്ക് കൃത്യമായിട്ട് വരും, പക്ഷേ എനിക്ക് ആനുപാതികമായിട്ടുള്ള സമയം തന്നെ. അപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, ആദ്യം അതായത് 8 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാനുണ്ടായിട്ടുള്ള കാരണം കുടുംബാധിപത്യം വേണ്ട എന്നതാണ്. അതായത് അമ്മ രാജ്യസഭയിൽ, മകൻ ലോകസഭയിലേക്ക് മത്സരിക്കുന്നു, അപ്പം മകളും കൂടി വേണ്ട, മരുമകനാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പലതവണ പറഞ്ഞു. അത്തരം ഒരു സാഹചര്യത്തിൽ കുടുംബാധിപത്യം വേണ്ട എന്ന് ജൂൺ 1-ാം തീയതി വരെ തീരുമാനിച്ചു. ജൂൺ 17-ാം തീയതി ആയപ്പോൾ തീരുമാനിച്ചിട്ട് കുടുംബാധിപത്യം ആകാം, മകൾ കൂടി മത്സരിക്കാമെന്ന് തീരുമാനിച്ചു. ഈ 17 ദിവസം കൊണ്ട് കുടുംബാധിപത്യമായി മാറാം എന്ന് നിങ്ങൾ തീരുമാനിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? ആദ്യം മകളും മരുമകനും മത്സരിക്കാത്തതേ 125 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് DLF-ന് വേണ്ടി എടുത്ത് എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് CPM സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി പുറത്തു വന്ന് ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏറ്റവും ഗൗരവത്തോടെ ആ വിഷയം ചർച്ച ചെയ്തപ്പോഴാണ് ഈ മകളും മരുമകനും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഈ 17 ദിവസം കൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ടു. അതുകൊണ്ട് ഇത്തരത്തിൽ ആരോപണം വന്നാലും അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാം. അതുകൊണ്ട് ഇപ്പോൾ മകളും ഇതിനിടയിൽ മരുമകനും അവസരം കിട്ടിയാൽ മത്സരിക്കാം എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത, നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത, അതിശക്തമായിട്ട് ഈ വിഷയം പ്രചരണ ആയുധമാക്കി മാറ്റിയ CPM-നെ തകർക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വന്ന രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ 17 ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റമെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മണ്ഡലവുമായി വലിയ ആത്മബന്ധമാണ്. ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞല്ലോ. ഈ മണ്ഡലത്തിനു വേണ്ടി ശക്തമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയ ഏതെങ്കിലും ഒരു ശബ്ദം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒന്ന് കാണിച്ചു തരാമോ? ഈ കേരളത്തിന് വേണ്ടി ഉയർത്തിയ ഒരു ശബ്ദം. ഇപ്പൊ ഇവിടെ വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം, ഒരു ബില്ല് ഈ ഇന്ത്യയുടെ പാർലമെന്റിൽ അദ്ദേഹം അവതരിപ്പിച്ചില്ലല്ലോ. അതുപോലെ രാത്രി യാത്രാ നിരോധനം വയനാട്ടിൽ, നമുക്കറിയാം കർണാടകത്തിലേക്കൊക്കെ പോകണമെങ്കിൽ വയനാട്ടിൽ രാത്രി യാത്രാ നിരോധനം. ഏതെങ്കിലും ഒരു വാക്ക്, ഒരു വാചകം ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായോ? അത് മാത്രമല്ല, മോഡി സർക്കാർ പല രൂപത്തിൽ ഈ കേരളത്തെ ആക്രമിച്ചു. വയനാട് ഈ കേരളത്തിന്റെ ഭാഗമല്ലേ? ഏറ്റവും ആദ്യം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ഫെഡറലിസം തകർത്ത് കേരളത്തെ തകർക്കാൻ നോക്കി. വയനാടും കേരളത്തിന്റെ ഒരു ജില്ല തന്നെയല്ലേ? അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിരവധി തവണ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ പോലും വയനാടിന് വേണ്ടിയോ കേരളത്തിന് വേണ്ടിയോ ഒരക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ ഉരിയാടുന്നില്ല. പുറത്ത് സമരം നടത്തി, അതൊക്കെ നമുക്കറിയാം, അവിടെ ചർച്ച ചെയ്തല്ലോ. പക്ഷേ മണ്ഡലത്തിന് വേണ്ടി നിൽക്കണ്ടേ ഒരു MP? ഈ സംസ്ഥാനത്തിന് വേണ്ടി നിൽക്കണ്ടേ ഒരു MP? പിന്നെ എങ്ങനെ ഈ ആത്മബന്ധം വരും? ആത്മബന്ധം എന്ന് പറയുന്നത് കുടുംബാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ആത്മബന്ധമാണ്.
സഹോദരൻ പോകുമ്പോ സഹോദരി വരുന്നു. എന്നിട്ട് ശേഷം എന്ത് ആത്മബന്ധം? ഈ 5 കൊല്ലം ഒരു MP ആയിട്ട് നിന്ന് ഇത്തരത്തിൽ 65,000 വോട്ട് കുറഞ്ഞ് 5% വോട്ട് കുറഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഈ കേരളത്തിനോ മണ്ഡലത്തിനോ വേണ്ടി ശബ്ദമുയർത്തിയ ആൾക്ക് എന്ത് ആത്മബന്ധം? പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, സമയം വേണം എനിക്ക്, എന്താ ഇന്ത്യ ഇങ്ങനെ വന്നങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കയ്യിലിരിക്കുന്ന സീറ്റ് വരെ പോകുമെന്നുള്ള ഭയമാണോ എന്നോ? 2019 രാഹുൽ ഗാന്ധി 4 ലക്ഷത്തിലധികം 4.5 ലക്ഷം വോട്ടിന് ജയിച്ചല്ലോ. 2020 ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? എന്തായിരുന്നു? രാഹുൽ ഗാന്ധി 4.5 ലക്ഷം വോട്ടിന് ജയിച്ചുകൊണ്ട് പഞ്ചായത്ത് കോൺഗ്രസ് അങ്ങ് തൂത്തുവാരിക്കൊണ്ടോയോ? ഇല്ലല്ലോ. 14 ജില്ലാ പഞ്ചായത്തിൽ 12 ഞങ്ങള്, 6 കോർപ്പറേഷനിൽ 5 ഞങ്ങള്, 946 ഗ്രാമപഞ്ചായത്തിൽ 600 ഗ്രാമപഞ്ചായത്ത് ഞങ്ങള്, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം തൂത്തുവാരിയില്ലേ ഞങ്ങൾ? മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുന്നണി രാഷ്ട്രീയം ആരംഭിച്ചതിന് ശേഷം ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി 4.4 ലക്ഷം 4.5 ലക്ഷം വോട്ടിന് ജയിച്ചു നിൽക്കുമ്പോൾ തന്നെയല്ലേ ഞങ്ങൾ 91 സീറ്റിൽ നിന്ന് 99 മാറിയത്? 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറിയത്? ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഞങ്ങൾ വിജയിച്ചു കയറിയത്. ഈ രാഹുൽ ഗാന്ധി 4.5 ലക്ഷം വോട്ടിന് ജയിച്ചപ്പോ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിൽ പോയിരുന്നു. ആ 123 മണ്ഡലങ്ങളിൽ പുറകിൽ പോയ ഞങ്ങളാണ് 99 സീറ്റിൽ ആധികാരികമായിട്ടുള്ള വിജയം നേടി കേരളത്തിൽ ഭരണ തുടർച്ച. അതുകൊണ്ട് മകൻ പോയി മകൾ വന്നാലും സഹോദരൻ പോയി സഹോദരി വന്നാലും ഇടതുപക്ഷത്തിന് ഒരു ചുക്കും പേടിക്കാനില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രതിസന്ധിയും കുറച്ച് കുറവുകളുമെല്ലാം ഞങ്ങൾ കൃത്യമായി പരിഹരിക്കും. ഞങ്ങൾ ആ കുറവുകൾ നികത്തി അതിശക്തമായിട്ട് തിരിച്ചു വരും. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് പ്രശസ്തി എന്താ എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അതിശക്തമായി ഇന്ത്യയുടെ പാർലമെന്റിലും പുറത്തും ഞങ്ങൾക്ക് ശേഷിയുള്ള സംസ്ഥാന നിയമസഭകളിലും എല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് സീറ്റിന്റെ എണ്ണം ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ലെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ സമരങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചയായി നിലനിന്നത്. ശരി ശരി അല്ല ഒറ്റ കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ, ഇടതുപക്ഷം CPM ഒറ്റ മിനിറ്റ് CPM ഇടതുപക്ഷമല്ല അതാണ് തങ്ങളുടെ അഭിപ്രായം. അതൊക്കെ കെട്ടിപ്പൂഴ്ചി കറ്റശത്തിൽ വെച്ചാൽ മതി, പോക്കറ്റിലിട്ട് കൊണ്ടുപോയിക്കോ. രാജസ്ഥാനിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു സീറ്റ് അങ്ങ് തന്ന ഞങ്ങളുടെ 3.5 ലക്ഷം വോട്ടിന് നിങ്ങൾ തോറ്റ മണ്ഡലമാണ് 2014. 2019 1.25 കേരളത്തിൽ നിർത്തിയില്ലേ? നിങ്ങൾക്കെതിരെ കേരളത്തിൽ നിർത്തിയില്ലേ? പഞ്ചാബിൽ നിർത്തിയില്ലേ? അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും അതിശക്തമായി എതിരിടേണ്ട സ്ഥലത്ത് എതിരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഭാദ്ര മണ്ഡലത്തിൽ 1,05,000 വോട്ട് നേടിയ മണ്ഡലത്തിലാണ് നിങ്ങൾ ലോകസഭയിൽ ആകെ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 17 മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചു. അല്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നിങ്ങൾ ഇടയ്ക്ക് കയറി ഒച്ചപ്പാടുണ്ടാക്കണെന്തിനാ? ആർക്കും കേൾക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലോ. രാജസ്ഥാനിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17 മണ്ഡലങ്ങളിൽ CPM മത്സരിച്ചു, 8 ലക്ഷം വോട്ട് കിട്ടി. ഈ 8 ലക്ഷം വോട്ട് കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാജസ്ഥാനിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയത്. 1,05,000 വോട്ട് ഞങ്ങൾ പിടിച്ച ബാന്ദ്ര മണ്ഡലം, ആ ബാന്ദ്ര മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ചുരുവിൽ നിങ്ങൾ ജയിച്ചത് 72,000 വോട്ടിനാണ്. മുന്നണി രാഷ്ട്രീയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി വരും. അതെല്ലാം ഞങ്ങളുടെ നേട്ടമാണ്, ഞാനാണ് വലിയേട്ടൻ എന്ന് വിചാരിക്കുന്നതാണ് അല്പത്വം. ആ അല്പത്വം കയ്യിൽ വെച്ചാൽ മതി. തിരിച്ചറിയും. കോൺഗ്രസ് അല്ല അരുൺകുമാറെ മത്സരിച്ചത്, അവിടെ മത്സരിച്ച സമാജ്വാദി പാർട്ടിയാണ് ഫൈസാബാദിൽ. നിങ്ങൾ എന്തിനാണ് മത്സരിച്ചത്? ഇടതുപക്ഷമാണല്ലോ, ഇടതുപക്ഷത്തിന് വേണ്ടിയാണല്ലോ വരുന്നത്. വയനാട് CPI അല്ല മത്സരിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ ശങ്കുട്ടി ദാസ്, നേരത്തെ താങ്കൾ പ്രീസിഡൻസിനെ കുറിച്ച് ചോദിച്ചല്ലോ. 1957 അടൽ ബിഹാരി വാജ്പേയി 3 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്: മധുര, ലക്നൗ, ബൽറാംപൂർ. അതിൽ ബൽറാംപൂരിലാണ് ജയിച്ചത്. 57 ബൽറാംപൂരിൽ ജയിച്ചതുകൊണ്ട്, അതായത് കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചതുപോലെ 57 ബൽറാംപൂരിൽ മാത്രമാണ് വാജ്പേയി ജയിച്ചത്. അദ്ദേഹം 62 അവിടെ മാത്രമാണോ മത്സരിച്ചത്? ഇല്ല. 62 തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും ലക്നൌവിൽ മത്സരിച്ചു. ബൽറാംപൂരിലും ലക്നൌവിലും 2 മണ്ഡലങ്ങൾ മത്സരിച്ചു. 91 അദ്ദേഹം ഇതുപോലെ 2 മണ്ഡലങ്ങൾ മത്സരിച്ചു, വിദിഷയിലും ലക്നൌവിലും. 96 ഗാന്ധിനഗറിലും ലക്നൌവിലും. അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ കരിയറിലെ മിക്കവാറും തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2ഓ അതിലധികമോ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. LK അദ്വാനി 91 ഗാന്ധിനഗറിൽ നിന്നും ന്യൂഡൽഹിയിൽ നിന്നും മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രീസിഡൻസ് ഇല്ല എന്ന് പറയരുത്. ഒരു 3 മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് അതിൽ ഒരെണ്ണത്തിൽ മാത്രം ജയിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തോറ്റ മണ്ഡലത്തിലും ജയിച്ച മണ്ഡലത്തിലും മത്സരിച്ച ചരിത്രം നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് അടൽ ബിഹാരി വാജ്പേയിക്കുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിക്കായിക്കൂടെ? നോക്കൂ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണെന്നുള്ളതായിരുന്നു ഞാൻ ഉന്നയിച്ച പ്രശ്നം. അതായത് കഴിഞ്ഞ തവണ അമേഠി മണ്ഡലം പരമ്പരാഗതമായി കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലമാണ്.
അത് സഞ്ജയ് ഗാന്ധി ആവട്ടെ, ഇന്ദിരാഗാന്ധി ആവട്ടെ, രാജീവ് ഗാന്ധി ആവട്ടെ, സോണിയാഗാന്ധി ആവട്ടെ. സോണിയാഗാന്ധി 2004 രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വേണ്ടി മാറിക്കൊടുക്കുന്ന മണ്ഡലമാണ്. അതുവരെ സോണിയാഗാന്ധി കൈവശം വെച്ചിരുന്ന മണ്ഡലം. 2019 വരെ രാഹുൽ ഗാന്ധി കൈവശം വെച്ചിരുന്ന മണ്ഡലം. അത്തവണ തനിക്ക് ജയിക്കാൻ സാധിക്കില്ലെന്നൊരു ഫീലിംഗ് അവിടെ ഉണ്ടായപ്പോൾ ഉത്തർപ്രദേശിലെ നില അത്രയും മോശമായിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹം വയനാട് ഒരു സേഫ് സീറ്റ് എന്നുള്ള രീതിയിൽ സ്വീകരിച്ചു. അമേഠിയിൽ മത്സരിച്ചുകൊണ്ട് അദ്ദേഹം 5 കൊല്ലം വയനാട്ടിൽ MP ആയി തുടർന്നു. ഇത്തവണ താൻ വയനാട്ടിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ മത്സരിച്ചു. അദ്ദേഹം വയനാട് എൻ്റെ കുടുംബമാണ്, ഞാൻ ഇവിടെ വീട് വെച്ച് താമസിക്കാൻ പോകുന്നു, എൻ്റെ അമ്മയെ കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്, വയനാട്ടിലെ ജനങ്ങളോട് എനിക്ക് വളരെ വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹം UP തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നില്ല. അങ്ങനെ വയനാടാണ് തൻ്റെ മണ്ഡലം എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആ സേഫ് സീറ്റ് നിലനിർത്തുകയും അതിനുശേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഹെലികോപ്റ്ററിൽ ചെന്നിട്ട് അവിടെ പോയിട്ട് പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഇത് വയനാട്ടിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള വഞ്ചനയാണെന്നുള്ളതാണ് പ്രശ്നം. 2 സീറ്റിലും 3 സീറ്റിലും മുന്നേ എനിക്ക് തോന്നുന്നു 84 വരെയോ മറ്റോ 3 സീറ്റുകളിൽ മത്സരിക്കാൻ സാധിക്കുമായിരുന്നു. അതിന് ശേഷമാണ് ഈ പറയുന്ന അമെൻമെന്റ് വന്നത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ അമെൻമെന്റ് വന്ന് ഇപ്പോൾ 2 മണ്ഡലങ്ങളെ മത്സരിക്കാൻ സാധിക്കുള്ളൂ. അതിന് മുമ്പ് പല രാഷ്ട്രീയ നേതാക്കന്മാരും 3 മണ്ഡലങ്ങളിലും 2 മണ്ഡലങ്ങളിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ഇത് പുതിയ കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത്തരം ഒരു അനുഭവം ആദ്യമായിട്ടാണ്. താൻ ആദ്യം ഒരു സേഫ് സീറ്റ് ആക്കി വെച്ച മണ്ഡലം പിന്നീട് തന്റെ മണ്ഡലമാക്കി നിലനിർത്തുമെന്ന പ്രതീതി ജനിപ്പിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് ജയിച്ചു വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളോട് അതുവരെ പറഞ്ഞ കാര്യം മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് അവരെ വഞ്ചിക്കുന്നത് പോലെ തള്ളിക്കളയുക എന്നുള്ളത് ആദ്യമായിട്ടാണ്. 2, ഇവിടെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം വിട്ടുപോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അത് വളരെ വൈകാരികമായിട്ടുള്ള ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരമായിട്ട്, അതിനൊരു പ്രത്യുപകാരമായിട്ട് അവർക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. യഥാർത്ഥ പ്രശ്നം അതല്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന 5 വർഷവും വയനാട് മണ്ഡലത്തിലേക്ക് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ചെലുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ശ്രീമാൻ രാജു പി നായർ ഈ ചർച്ചയിൽ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. 9 തവണ മാത്രമേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോയി എന്നത് എനിക്ക് തെളിയിക്കാൻ സാധിക്കുമോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമെന്നൊക്കെ. ഞാനും രാജു പി നായരെ പോലെ ചർച്ചയിൽ കുറച്ച് തയ്യാറെടുപ്പ് കൂടി ആണ് വരുന്നത്. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത് മുഴുവൻ ഫാക്സും കണക്കുകളും വസ്തുതകളും ആയിരുന്നു. പക്ഷേ രാജു പി നായർ സാധാരണ ഈ പാർട്ടി വേദികളിലൊക്കെ വൈകാരികമായിരുന്നില്ല. വൈകാരികത ഞാൻ നിങ്ങൾ 9 ഡേറ്റും എഴുതി കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനത് ഇതിന് ചർച്ചയ്ക്ക് മുമ്പായിട്ട് ഹൗ മെനി ടൈംസ് ഡിഡ് രാഹുൽ ഗാന്ധി വിസിറ്റ് വയനാട് എന്നത് മാധ്യമങ്ങളിൽ പരിശോധിക്കുകയും അതിൽ 1-2 സ്ഥലങ്ങളിൽ അങ്ങനെ കാണുകയും ചെയ്തുകൊണ്ടാണ് വയനാട് രാഹുൽ ഗാന്ധി സന്ദർശനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോഴും അങ്ങ് ശ്രദ്ധിക്കുക. വയനാട് വെച്ച് നിങ്ങളുടെ പാർട്ടി പ്രതിനിധി സന്ദീപ് വാര്യരെ ഞാൻ വെല്ലുവിളിച്ചിരുന്നു. അദ്ദേഹം പിന്നെ കണ്ടിട്ടില്ല. അതിനകത്ത് ആ ചർച്ചയിൽ പിന്നെ കണ്ടിട്ടില്ല. ഈ ചർച്ച ഞാൻ എൻ്റെ ലിസ്റ്റ് തരാം. ശ്രീ രാജു പി നായർ, നോക്കൂ, അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കാനുള്ള മര്യാദ അങ്ങ് കാണിക്കണം. അതിനുശേഷം അങ്ങേക്ക് മുഴുവൻ കിട്ടുമായിരിക്കും. അപ്പൊ അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി 9 വട്ടമാണ് വയനാട് സന്ദർശിച്ചത്. വായനയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്ട് അത് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. രാഹുൽ ഗാന്ധി അല്ല ശരി, അങ്ങ് എൻ്റെ ഊഴത്തിന് ശേഷം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹം എത്ര തവണയാണ് അദ്ദേഹം സന്ദർശിച്ചത്? 10 തവണയാണോ 11 തവണയാണോ അങ്ങേക്ക് പറയാം. പക്ഷേ അതിലെ പ്രശ്നം അപ്പോഴും അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് പോലും ഉപയോഗിക്കുന്ന പ്രയോഗം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനങ്ങളുടെ ലിസ്റ്റ് എന്നാണ്. രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുകയായിരുന്നു. ഒരു MP അദ്ദേഹത്തിന്റെ മണ്ഡലം സന്ദർശിക്കുകയല്ല വേണ്ടത്, അവിടെ തന്റെ സാന്നിധ്യം സദാ നിലനിർത്തുകയാണ് വേണ്ടത്. ആ മണ്ഡലത്തിൽ ഉണ്ടാവേണ്ട ഒരാളാണ് MP. അല്ലാതെ പ്രവാസിയെ പോലെ അതിഥിയെ പോലെ ഏതെങ്കിലും പ്രത്യേക ഘട്ടങ്ങളിൽ വയനാട്ടിലേക്ക് വന്നു പോവുകയല്ല വേണ്ടത്. അങ്ങനെ എത്ര വന്നാൽ പോലും അത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ MP-മാരുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ഇന്ത്യയിലെ 540 മണ്ഡലങ്ങളിലും MP-മാരുടെ റോളുമായിട്ട് തുലനം ചെയ്യാവുന്ന റോളല്ല വയനാടിന് വേണ്ടി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം എപ്പോഴെങ്കിലും വന്ന് എത്തി നോക്കി പോകുന്നൊരു വിരുന്നുകാരൻ മാത്രമായിരുന്നു. കണക്കുകൾ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ദിശയുടെ മീറ്റിങ്ങുകളിൽ എത്ര മീറ്റിങ്ങിലാണ് പങ്കെടുത്തിട്ടുള്ളത്? വർഷത്തിൽ 4 തവണ മീറ്റിംഗ് നടത്തുന്ന സംവിധാനമാണ് വയനാട് ജില്ലാ വികസന മേൽനോട്ട സമിതി എന്ന് പറയുന്ന ദിശ. വർഷത്തിൽ 4 മീറ്റിംഗ് നടത്തുന്ന ദിശ 2019 2024 ഇടയിൽ 20 മീറ്റിങ്ങുകൾ നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി 5 മീറ്റിങ്ങുകളിലേ പങ്കെടുത്തിട്ടുള്ളൂ. വർഷത്തിൽ 1 എന്ന ശരാശരിയിലേ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മറ്റു കണക്കുകളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ച് വിട്ടതിന്റെ യാതൊരു ആനുകൂല്യവും രാഹുൽ ഗാന്ധിയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്ന് പറയുന്നത് നിങ്ങൾ ജനങ്ങളോട് ചെയ്തൊരു സേവനമാണെന്ന് ദയവായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളുടെ മാത്രം ഒരു ദുരഭിമാനമാണ്. രാഹുൽ ഗാന്ധിയുടെ രാജകീയ സാന്നിധ്യം
വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ ഇത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങളുടെ ദുരഭിമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഓഫ് എൻറ്റൈറ്റിൽമെന്റ് ആണ്. വയനാട്ടിലെ സാധാരണക്കാരന്റെ ആവശ്യം രാഹുൽ ഗാന്ധിയോ അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരിയോ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധമുള്ള മറ്റാരെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗന്ധം പേറുന്ന ആരെങ്കിലുമോ വയനാട് മണ്ഡലത്തിൽ സദാ നിലനിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നുള്ളതല്ല. രാജ്യത്തെ മറ്റ് മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ എം പിമാരിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള സേവനം തങ്ങൾക്കും കിട്ടണം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് 5 കൊല്ലം അത് കിട്ടിയില്ല. ഇനിയെങ്കിലും അത് കൊടുക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ആര് മത്സരിച്ചാലും നിങ്ങൾ തന്നെ ജയിക്കുന്നു നിങ്ങൾ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ സദാ സാന്നിധ്യം പുലർത്തുന്ന ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് നിർത്താമായിരുന്നില്ലേ? ജയസാധ്യതയുള്ളൊരു മണ്ഡലം വരുമ്പോൾ ആ സീറ്റ് കുടുംബത്തിനിരിക്കട്ടെ, കണ്ടസ്റ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളിലേക്ക് ബാക്കിയുള്ളവർ മത്സരിക്കട്ടെ എന്ന് പറയുന്ന മനോഭാവം നിങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്ന് അങ്ങേക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് തുടർന്നോളൂ. ശരി, ശ്രീ രാജു പി നായർ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നേതാക്കളില്ലേ എന്ന ചോദ്യം നേരത്തെ ഉയർന്നു. കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവിനെ വേണമെങ്കിൽ അയക്കാമായിരുന്നു. കാരണം വളരെ സേഫ് ആയിട്ടൊരു സീറ്റാണ്. വിജയത്തിന് പ്രിയങ്ക ഗാന്ധി അനിവാര്യമല്ല. ഇപ്പോൾ നേരത്തെ രാഹുൽ ഗാന്ധി ആദ്യമായി ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ പല ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഒരു സേഫ് സീറ്റ് ഉറപ്പാക്കൽ. 2, സാന്നിധ്യം കൊണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ ആകെ ഉണ്ടാവുന്ന പ്രഭാവം. ഇപ്പോൾ പ്രഭാവത്തിൻ്റെ ഒന്നും പ്രസക്തിയില്ല, കാരണം ഈ ഒരു മണ്ഡലത്തിലല്ലേ ഇലക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു നേതാവ് എന്തിന് മത്സരിക്കണമെന്ന ചോദ്യം ന്യായമായും ഉയർത്താം. ശരി, അഭിലാഷ്, അതിനകത്ത് ഞാൻ മറുപടി പറയാം. അതിന് മുമ്പായിട്ട് ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞ 1-2 കാര്യങ്ങൾ. നിങ്ങൾ ഈ പച്ചക്കള്ളം പടച്ചുവിടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ഇടയ്ക്ക് തന്നെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. വയനാട് വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടന്ന ഒരു ഡിബേറ്റിൽ വെച്ച് സന്ദീപ് വാര്യർ ഇതേ 9ന്റെ കണക്ക് പറഞ്ഞു. ഞാൻ അന്ന് സന്ദീപ് വാര്യർ വിളിച്ചു, നിങ്ങളുടെ 9 എന്ന് പറയുന്ന ഡേറ്റ്സ് നിങ്ങൾ പറഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരാമെന്ന് പറഞ്ഞു. സന്ദീപ് വാര്യർ പിന്നെ കണ്ടിട്ടില്ല. ശങ്കുട്ടി ദാസ് 9 എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ പറഞ്ഞെന്താ, ഞാനും പഠിച്ചാണ് ചർച്ചയ്ക്ക് വരുന്നത്. ആ പഠിച്ച ആളോട് ഏതാണ് ആ 9 ദിവസം. അപ്പോ നിങ്ങൾ ഈ പിന്നെ പറയുന്ന കഴിയട്ടെ. അല്ലല്ല, ഒരു മിനിറ്റ് അരുണേ, ഞാൻ പറയട്ടെ. എന്താ BJP ഞാൻ ഇത് പറയുമ്പോൾ അരുൺ എന്തിനാ അസ്വസ്ഥമാവുന്നത്? നിങ്ങൾ ആ ഇതൊക്കെ ധാരണയൊക്കെ പുറകിൽ നമ്മൾ ഇന്ത്യ മുന്നണിയല്ലേ? നിങ്ങൾ ധാരണയൊക്കെ ടേബിളിന്റെ അടിയിൽ ചെയ്യൂ. നിങ്ങൾ ചർച്ചയിൽ BJP പ്രതിരോധിക്കാൻ വരല്ലേ? ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കേട്ടെ. അപ്പോ ശങ്കുട്ടി ദാസ് പറയുന്നത് ഞാൻ അറിഞ്ഞത് വെച്ച് പറഞ്ഞാണ്. ഇത് തന്നെയാണ് പ്രശ്നം. ശരി, ആയിക്കോട്ടെ, അങ്ങ് ചോദിച്ചോളൂ. എന്റെ കണക്ക് പ്രകാരം 5 വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധി 12 തവണ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നാണ്. അതിന്റെ തീയതിയും സമയവും വെച്ച് ഞാൻ ലിസ്റ്റ് അയച്ചു തരാം. എന്റെ ലിസ്റ്റ് അങ്ങനെ തെറ്റാൻ സാധ്യതയില്ല. കൃത്യമായി വന്ന വർഷം മാസം എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് താങ്കൾക്ക് അയച്ചു തരാം. താങ്കൾ പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ കുഴപ്പമില്ല. ശരി, 9, 12 2 കണക്കായി. ഇപ്പോ രാജു പി നായരുടെ കയ്യിലുള്ള കണക്ക് പറയും. ഫേസ്ബുക്കിലിടണം. ശരി, ഒരു മിനിറ്റ്. അല്ലല്ല, അരുൺകുമാർ അപ്പൊ ഒന്ന് ഫേസ്ബുക്കിലിടണം. അരുൺകുമാർ ഒന്ന് ഫേസ്ബുക്കിലിടണം. കാരണം അരുൺകുമാർ ഈ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഗഗാറിനെ വിളിക്കണം, നിങ്ങളുടെ വയനാട് ജില്ലാ സെക്രട്ടറി. ഞാനും ഗഗാറിനും സന്ദീപ് വാര്യരും കൂടിയാണ് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അന്ന് സന്ദീപ് വാര്യർ അതല്ല അല്ല ഞാൻ പറയട്ടെ അരുണെ ഞാൻ പറയട്ടെ അവിടുത്തെ CPM അംഗം അവിടെ നിന്ന് വിളിച്ച് ഗഗാറിനോട് വയനാട്ടിൽ വെച്ച് ചർച്ചയിൽ വെച്ചും പുറത്തു വിടാതെ അത് തെറ്റാണ്. എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അരുൺകുമാർ ഒരു കാര്യം ചെയ്യാം. അരുൺകുമാറിന്റെ കയ്യിലുള്ള എണ്ണം ഫേസ്ബുക്കിൽ ഒന്ന് പബ്ലിഷ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇതിന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കള്ളത്തരം പൊളിയണം. ഞാനിപ്പോ പറയുന്ന എണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ ആ ചർച്ച തീർക്കണ്ട. നിങ്ങളുടെ കള്ളത്തരം നിങ്ങൾ നുണയന്മാരാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അതെന്തിനാ നിങ്ങൾക്ക് പേടി? എന്താ ഇത്ര വലിയ പേടി? പഠിച്ചിട്ട് വന്നല്ലേ താങ്കൾ പറയുന്നെങ്കിൽ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ അപമാനിക്കുക. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതാവിനല്ല. നിങ്ങൾ ഈ രാജ്യത്ത് ഒരറ്റത്ത് നിന്ന് മറുഅറ്റത്തേക്ക് ഫാസിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം നടത്തിപ്പോയ രാഹുൽ ഗാന്ധിയെ പൊറോട്ട യാത്ര എന്ന് പറഞ്ഞ അപമാനിച്ചു. നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാണ്. അല്ലല്ല, ഞാൻ പറയുമ്പോൾ നിങ്ങളല്ലേ ഇപ്പൊ ചർച്ച മാറ്റുന്നത്. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ അപമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാവ് BJP ഉപയോഗിച്ച വാക്കെടുത്ത് വിമർശിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? എന്നിട്ട് നിങ്ങൾ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നില്ലെന്നോ? നിങ്ങളെന്നാ രാഹുൽ ഗാന്ധി അപമാനിക്കാതിരുന്നിട്ടുള്ളത്? BJPക്കെതിരെ പോരാടുമ്പോൾ മുഴുവൻ പിന്നിൽ നിന്ന് അപമാനിച്ച് ഈ രാജ്യത്തൂടെ നടന്നപ്പോൾ നിങ്ങൾ അപമാനിച്ചില്ലേ? അവസാനം സംഘപരിവാറിന്റെ ഈ ചിഹ്നത്തിലൂടെ ആ ഭാരത് ജോഡോ ന്യായ യാത്ര നടന്നപ്പോ
തെറ്റിപ്പോയി. ഞങ്ങൾ അന്ന് പറഞ്ഞു തെറ്റി. സംഘപരിവാറിന്റെ ഈ ചിഹ്നത്തിലും ദാ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു പറയാൻ സാമാന്യ മര്യാദ നിങ്ങൾക്കുണ്ടായോ? ചർച്ചയിലെങ്കിലും ഉണ്ടായോ? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ BJP-യുടെ കടവാക്കുകൾ കടമെടുത്ത് ആക്രമിക്കുന്നവനാ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പ്രിയങ്ക ഗാന്ധിയും അത് തന്നെയാണ്. പിന്നെ അഭിലാഷ് പറഞ്ഞ സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ മറ്റിൽ വിടുന്നു. അഭിലാഷ് പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നു. ഉണ്ടായിട്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരേണ്ടി വന്നല്ലോ എന്നുള്ള ആശങ്ക പങ്കുവെച്ചതാ. ശരി, അല്ല ഞാൻ ഒറ്റ കാര്യം അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ. ഇപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും തർക്കിച്ചല്ലോ, യഥാർത്ഥത്തിൽ എത്ര തവണ രാഹുൽ ഗാന്ധി നമ്മൾ ഇത്രയും അഭിലാഷ് അതൊന്നും ഞാൻ മറുപടി കൊടുത്തോട്ടെ. അഭിലാഷ് ഞാനൊന്ന് മറുപടി കൊടുത്തോട്ടെ. അഭിലാഷ് ഞാനൊന്ന് മറുപടി കൊടുത്തോട്ടെ. അരുൺകുമാർ ഉണ്ടായിട്ടും തൃക്കാക്കരയിൽ പള്ളിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടി വന്നില്ലേ അരുൺകുമാറെ? നാണം തോന്നുന്നില്ലേ? അരുൺകുമാർ ഉണ്ടായിട്ടും അവസാനം 2.5 ലക്ഷം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു സെക്കൻഡ്. എന്നെ കൊണ്ട് അരുൺ എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത്? ഞാൻ ഇതൊന്നും പറയുന്ന ആളല്ല. അല്ല ശ്രീ അല്ല, എനിക്കൊരു ചോദ്യം. ഇപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ കണക്കനുസരിച്ച് എത്ര തവണ വയനാട്ടിൽ വന്നു? ഞാൻ ആ കണക്കിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം ഇപ്പൊ മോദി എത്ര തവണ വാരണാസിയിൽ പോകുന്നു, അമിത്ഷാ എത്ര തവണ ഗാന്ധിനഗറിൽ പോകുന്നു, അതൊന്നും ദേശീയ നേതാക്കളല്ലേ, അതൊന്നും വലിയ പ്രസക്തിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എല്ലാ ദിവസവും ഇവിടെ നിന്ന് എല്ലാ കല്യാണത്തിനും പോകണം MP എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളാണ്. ഞാൻ പറയാം. അല്ല അഭിലാഷേ, ഇവർ ഈ കണക്ക് പറയട്ടെ. കാരണം ഈ വരുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ പറയാൻ പോകുന്ന കള്ളമാണ്. ആ കള്ളം ഞാനിപ്പോ പൊളിച്ച് വെറുതെ ആൾക്കാർക്ക് ത്രില്ല് കളയണോ? ഇത്ര ത്രില്ല് അടിക്കട്ടെ ആൾക്കാർ. അപ്പൊ ഇവര് കള്ളം പറയട്ടെ. ഇപ്പൊ 2 മറുപടി ഇല്ലല്ലോ. ഈ 2 പേർക്കും ഇപ്പൊ മറുപടി ഇല്ലല്ലോ. ഫേസ്ബുക്കിലിട്, നിങ്ങൾ ഫേസ്ബുക്കിലിട്. നിങ്ങളുടെ അപവാദ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ നിങ്ങൾ ഒറ്റക്കെട്ടാൻ. ഇനി അഭിലാഷ് പറഞ്ഞതിലേക്ക് വരട്ടെ. ഞാൻ അഭിലാഷിലേക്ക് വരട്ടെ. അഭിലാഷ് പറഞ്ഞതിലേക്ക് ഞാൻ വരട്ടെ. ഇതൊന്നും സത്യമല്ലാത്തൊന്നും അല്ലല്ലോ അരുൺകുമാറെ. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കണക്കുകളല്ലേ. നിങ്ങൾ ആ കള്ളങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ കള്ളം പറയും. അഭിലാഷ് ഒറ്റ കാര്യമുള്ളൂ. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് മത്സരിച്ചു വരുന്നതോടുകൂടി ഒന്ന്, വയനാടിനോട് രാഹുൽ ഗാന്ധി പറഞ്ഞ സന്തോഷകരമായ തീരുമാനം അത് നടപ്പാക്കപ്പെടുന്നു, അത് തെളിയിക്കപ്പെടും. 2, സ്ട്രാറ്റജിക്കലി നോക്കൂ. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലരായ RSSനെതിരെയുള്ള പോരാട്ടത്തിലെ കുന്തമുനകൾ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും നിൽക്കുകയാണ്. അത് അടുത്ത 5 വർഷം പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾക്ക് തരുന്ന ഊർജം ചെറുതായിരിക്കില്ല. വലിയ ഊർജമാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്. 2029 അല്ല, 2 വർഷത്തിനുള്ളിൽ, പരമാവധി 2 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി നിലംപൊത്തുന്ന ആ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെതിരെയുള്ള തേരാട്ടും ഞങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും ഒരേ മാഗ്നിറ്റ്യൂഡിൽ ഞങ്ങൾ ആക്രമിക്കും. രാഹുൽ ഗാന്ധി ഡബിൾ എൻജിൻ ഗാന്ധിയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അതിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നല്ല പെർഫോമൻസ് പ്രതിപക്ഷ നിരയിൽ ആവശ്യമുള്ള സമയമാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ പാർലമെന്റിൽ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പല പത്രലേഖകരും എഴുതിയിട്ടുണ്ട്. പാർലമെന്റിലേക്ക്, ലോക്സഭയിലെ ഇന്ത്യ മുന്നണിയുടെ നിരയിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതിനെ സഹർഷം സ്വാഗതം ചെയ്യുകയല്ലേ നിങ്ങൾ വേണ്ടത്? ഇത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ജൂൺ 1-ാം തീയതി അവസാന ഘട്ടം വരെ ഉണ്ടാകാതിരുന്ന ഒരു തീരുമാനം 17 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 18-ന് തോന്നണമെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റ മിനിറ്റ് ആയിക്കോട്ടെ. 5 വർഷം കഴിഞ്ഞ് ദക്ഷിണേന്ത്യയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ തീരുമാനിച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ കർണാടകത്തിലോ തെലങ്കാനയിലോ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാമായിരുന്നല്ലോ. ആന്ധ്രയിൽ ഒരു സീറ്റെങ്കിലും മേടിക്കാമായിരുന്നല്ലോ. ഈ തീരുമാനമൊന്നും അന്ന് വന്നില്ലല്ലോ. അപ്പൊ ഇവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി സ്രോതസ്സുള്ള കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മൂവ്മെന്റ് തകർക്കുക,
അതിനുവേണ്ടി ഏതറ്റം വരെ പോകുക, അതിനുവേണ്ടി BJP-യുമായിട്ട് ഒത്തുകളിക്കുക. ഈ ഇടതുപക്ഷത്തെ തകർക്കാൻ BJP-യും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് കുറയും, അത് BJP-ക്ക് കിട്ടും, BJP മുന്നിൽ വരും. ദുർബലപ്പെടുത്തില്ല. ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രിയങ്ക ഗാന്ധി. അവരെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ്, 2009 ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ് ഉത്തർപ്രദേശിൽ ജയിച്ചത്. അലഹാബാദും അമേഠിയും അടക്കം 6 സീറ്റ് കോൺഗ്രസ് ജയിച്ചു അവിടെ. അല്ല, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവിനെ ഒന്നും ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. അവർക്ക് രാഷ്ട്രീയത്തിൽ മത്സരിക്കാം, പോരാടാം, ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാം, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇവരുടെ എല്ലാ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക, പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുക. BJP എത്രയാണെങ്കിലും വളർന്നോട്ടെ, 1.3% വോട്ടുള്ള ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസും BJP-യും എല്ലാം കൂടി ശ്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ സ്വയമേവ സ്വന്തം നിലയ്ക്ക് ദുർബലപ്പെട്ടില്ല, ഇനി പ്രത്യേകിച്ച് ആരെങ്കിലും ദുർബലപ്പെടുത്തണോ? അല്ലല്ല, ഞങ്ങൾ എപ്പോഴൊക്കെ ദുർബലപ്പെട്ടിട്ടുണ്ടോ അതിശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിശക്തമായി ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അത് എണ്ണം കുറവാണെങ്കിലും പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ നടത്തിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ. ഞങ്ങൾ ഇവർ കുറച്ച് വിജയം കൊയ്തത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിശക്തമായി BJP-ക്കെതിരായ പോരാട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയങ്ക ഗാന്ധി എക്സ്പേർട്ട് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഉത്തർപ്രദേശിൽ വലിയ വിജയത്തിന് ഉത്തരവാദി അവരാണെന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഈ പറയുന്ന ഇലക്ഷൻ മാനേജ്മെന്റിലുള്ള ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് 2019 ഉത്തർപ്രദേശിന്റെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടാണ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പരാജയമാണ്. 62 സീറ്റിൽ BJP ജയിച്ചു, 10 സീറ്റിൽ BSP ജയിച്ചു, 5 സീറ്റിൽ SP ജയിച്ചു, ഒറ്റ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. അതിനുശേഷമുള്ള ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇൻചാർജായിട്ട് അവർ വന്നു. 403 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് തോറ്റത്. അവർ ഉത്തർപ്രദേശിന്റെ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിലെ സീറ്റുകൾ ജയിച്ചു തുടങ്ങിയത്. ഇത്തവണ ഈ കോൺഗ്രസ് തോൽക്കുകയും ചെയ്തത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 3ാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. പ്രിയങ്ക ഗാന്ധി ജയിച്ചു നിൽക്കുകയല്ല, തോറ്റു നിൽക്കുകയാണ് സാർ. ഓക്കെ, എന്തായാലും നമുക്കറിയാലോ BJP-ക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും 62 സീറ്റ് കൂടുകയും കോൺഗ്രസിന്റെ സീറ്റ് ഏതാണ്ട് ഇരട്ടിയാവുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ്. ഇലക്ഷൻ ജയിച്ചത് BJP-ആണ്. എങ്കിലും നമുക്ക് ആ മറ്റ് കണക്കുകളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ട് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.